നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതലുമായിട്ട് ദേശീയ മാധ്യമങ്ങളും നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ഇടച്ചിൽ രൂക്ഷമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് മമതാ ബാനർജിനെ ഇതിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിനെ നയിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ മമതയെ കൊണ്ടുവരണമെന്ന് കഴിഞ്ഞ ദിവസം ശരത് പവാർ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് എന്തായാലും ഇതിൽ ഇടച്ചിൽ കാണും. കാരണം ഒരു വനിതാ നേതാവ് മുന്നോട്ട് വരുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശങ്കാജനകമായ ഒരു വാർത്ത തന്നെയാണ്. അപ്പം ഇതെങ്ങനെയാണ് സാറിന്റെ ഒരു വ്യൂ പോയിന്റ്? അതായത് മമതാ ബാനർജി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ്. അവിടെയാണെങ്കിൽ കോൺഗ്രസുമായിട്ട് തല്ലാണ്, BJP ആയിട്ട് തല്ലാണ്, CPM ആയിട്ട് തല്ലാണ്. ഇതിൽ CPM കോൺഗ്രസും ആരും കൂടെ ഉണ്ട്? ഇന്ത്യ മുന്നണിയുടെ. ഇതിന്റെ പ്രശ്നം എന്തറിയാം, പണ്ടേ ഉള്ളൊരു പ്രശ്നമാണ്. എപ്പോഴെല്ലാം പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് നിൽക്കുമോ അപ്പോഴെല്ലാവരും തമ്മിൽ തല്ലും. നേരത്തെ ഇതായിരുന്നു പ്രശ്നം. ആരാണ് നേതാവ് എന്നുള്ള നിലയിൽ ഒരു തമ്മിൽ തല്ലും. ഒരു നേതാവ് ഒരു മിനിമം പരിപാടി അങ്ങനെ വേണമല്ലോ, ഒരു പാർട്ടിക്ക് അങ്ങനെ വേണ്ടേ? ഒരു ആളാണ് നേതാവ്, ഞങ്ങൾക്കൊരു മിനിമം പരിപാടി. ഇത് രണ്ടും ഉണ്ടാക്കുന്നതിൽ ആര് പരാജയപ്പെട്ടു? ഇന്ത്യ മുന്നണി പരാജയപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വം എടുത്ത് ഇങ്ങനെ പോയി. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ആദ്യം അരവിന്ദ് കെജ്രിവാൾ ഇത് എന്ന് ചാടി. ആം ആദ്മി പാർട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണി വേണ്ടെന്ന് പറഞ്ഞു. അവരൊറ്റയ്ക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞു ഇന്ത്യവരെ കൂടെ. ഉടനെ ആദ്യം മമത പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെ പറഞ്ഞു അയ്യോ മമതയെ പോകരുത്, അയ്യോ അച്ഛാ പോകരുതെന്ന് പറഞ്ഞു. പോകരുത് എങ്കിൽ എനിക്ക് താന്നായി. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ, ഇപ്പോ നാഷണൽ ലെവലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഈ പല തെരഞ്ഞെടുപ്പുകളൊക്കെ വന്നപ്പോൾ കോൺഗ്രസിന് ഒരു ഊർജ്ജം വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ മോഡി തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു ഊർജ്ജം വന്നിട്ടുണ്ട്. പഴയതുപോലെ മൂന്നാം ടേമില് ഒരു ഊർജ്ജം വന്നിട്ടുണ്ട്. കുറച്ചൊരു കമന്റബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡ് അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രധാനമന്ത്രി ആവാനായിട്ട് പലരും ഉടുപ്പ് വയ്ക്കുന്നുണ്ട്, ഷർട്ട് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അടുത്ത പ്രധാനമന്ത്രി ആവുക. അങ്ങനെ മമതാ ബാനർജിയെ ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആക്കുമോ? ഇല്ല, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ലല്ലോ. ഇനി മമതാ ബാനർജി വന്നെന്ന് വിചാരിക്കുക, നമ്മൾ സാങ്കല്പികം, വന്ന് കഷ്ടപ്പെട്ട് ഇന്ത്യയാകെ ഒരു ഓടി നടന്ന് എല്ലാം. അപ്പം മമതാ ബാനർജിക്ക് ഒരു ഗുണമുണ്ട്, സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, ഈ പിന്നെ ഇവരുണ്ടല്ലോ നമ്മുടെ ഈ ശരത് പവാർ, ഈ ടീമിനെയൊക്കെ ലാലു പ്രസാദ്, ഇവരെ കൂട്ടിയോജിപ്പിക്കാനൊരു കഴിവുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ വെച്ച് അവർ കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യ മുന്നണിക്ക് സാങ്കല്പികമായ അധികാരം കിട്ടിയത് വിചാരിക്കും. സാങ്കല്പിക ചോദ്യം, മമതയെ പ്രധാനമന്ത്രിയാക്കാൻ മറ്റേ സമ്മതിക്കും? നടക്കൂലല്ലോ. പിന്നെ ഇപ്പൊ ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ ദിവസം ശരത് പവാറിനെ പോയി കണ്ടിട്ട് ശരത് പവാറെ പിടികൊടുത്തില്ല. ശരത് പവാർ പറഞ്ഞില്ല മമതയെ ആക്കാമെന്ന് പറഞ്ഞില്ല, മമതയ്ക്ക് സപ്പോർട്ടേ ഉള്ളൂ. അല്ല മമതയുടെ പേരൊരിക്കലും. പക്ഷെ ലാലു പ്രസാദ് യാദവ് എന്ത് ചെയ്തു? മമതയുടെ പേര് തന്നെ അങ്ങ് പറയാണ്. അപ്പൊ ഒരു ഒന്നുകിൽ ഇത് തല്ലിപ്പിരിയും, സീരിയസ് ആയിട്ട് തല്ലിപ്പിരിയും. കാരണം ഇങ്ങനെ പറയുമ്പോഴുള്ള ഇവരുടെ അതാ പറഞ്ഞ ഒരു നാഴിക്കകത്ത് അതേ വലിപ്പമുള്ള ഒരു നാഴി ഇറങ്ങില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പാത്രത്തിനകത്ത് അതേ വലിപ്പമുള്ള പാത്രം ഇറങ്ങത്തില്ല, അതിനേക്കാൾ വലിപ്പമുള്ള ഒരിക്കലും ഇറങ്ങത്തില്ല. എന്നുള്ള ഇവരെല്ലാം സ്റ്റേറ്റിൽ ചാമ്പ്യന്മാരാണ്. ഇപ്പൊ കർണാടക പിന്നെ മഹാരാഷ്ട്ര എടുത്തു കഴിഞ്ഞാൽ ശരത് പവാർ വലിയ ആളാണല്ലോ, അവിടുത്തെ പഴയ വലിയ മുഖ്യമന്ത്രി വലിയ ആളാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് മമതാ ബാനർജി വലിയ ആളാണ്, നിരവധി തവണ മുഖ്യമന്ത്രിയായ ആളാണ്. ലാലു പ്രസാദ് ബീഹാറിൽ വലിയ ആളാണ്, പിന്നെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വലിയ ആളാണ്, സ്റ്റാലിൻ തമിഴ്നാട്ടിൽ വലിയ. അപ്പൊ അവരെ സാമ്രാജ്യത്തിൽ വലിയ ആളുകളാണ്. പക്ഷെ അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഞങ്ങൾ വലിയ ആളാകുമ്പോൾ തന്നെ രാജ്യത്തിൽ ഞങ്ങൾ വലിയ ആളാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. നേരത്തെ മമതാ ബാനർജിയുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്, പലവട്ടം ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് മുമ്പും അവരെ പ്രധാനമന്ത്രിയായി കാൻഡിഡേറ്റ് ആക്കി നിർത്തിക്കൊണ്ട് മത്സരിച്ചാൽ എന്തെന്നുള്ള ചർച്ച അവർ തന്നെ ഉയർത്തി വിട്ടിട്ടുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് ഉയർത്തി. അപ്പോഴതൊന്നും നടന്നില്ല. അപ്പോഴെല്ലാം കോൺഗ്രസ് വെട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ട് മമതാ ബാനർജി അങ്ങനെ ഉയർന്നു വരാൻ പറ്റുമോ എന്നുള്ളത് പ്രയാസമാണ്. ഇനി ഉയർന്നു വന്നാൽ, അതാണ് അടുത്ത ചോദ്യം, ഉയർന്നു വന്നാലും നിൽക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഒരിക്കലും അനുവദിക്കത്തില്ലല്ലോ. ദേശീയ പാർട്ടിയായിട്ടുള്ള എല്ലാ സംസ്ഥാനത്തുള്ളവർക്ക് ദേശീയ പാർട്ടി അവരെ പ്രധാനമന്ത്രിയെ വരാതെ മറ്റൊരു പ്രധാനമന്ത്രി അവർ അനുവദിക്കുമോ? ഇല്ല, ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതൊരു വീണ്ടും തല്ലിപ്പിരിയാനുള്ള പണിയാണ് നടക്കുന്നത്. ഇവരൊന്നിച്ച് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നിൽക്കണമെങ്കിൽ അവർ ഒന്നിച്ച് നിൽക്കണം. ഒന്നിച്ച് നിന്നിട്ട് മിനിമം പരിപാടി ഉണ്ടാക്കണം. കോമൺ ആയിട്ടുള്ള പൊതു മിനിമം പരിപാടി ഉണ്ടാക്കണം. കോമൺ മിനിമം പരിപാടി ഉണ്ടാക്കണം. മമതാ ബാനർജി ഇടയ്ക്ക് BJPക്ക് ഇങ്ങനെ സപ്പോർട്ടൊക്കെ ആയിട്ട്, അതായത് BJPയോട് അതിലെ കേസുമായിട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് സപ്പോർട്ടിലേക്ക് ശ്രമിച്ചായിരുന്നു അവർ. അതെ, അപ്പം ഇവര് ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് വന്നാൽ ചിലപ്പോൾ BJPയുമായിട്ടൊരു ധാരണയിലേക്ക് BJPയുടെ ധാരണ വന്നില്ലെങ്കിൽ ഇവർ വന്നില്ലെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ രാഷ്ട്രീയം നേരത്തെ ആരും
ആസ്പർശരെല്ലാം ആരും അയിത്തൊന്നുമില്ല. ഇപ്പം എല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ മാറി, കേരളത്തിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് മാറി. ഇന്ത്യയിൽ അത് മാറിക്കഴിഞ്ഞു. പിന്നെ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ CPM-കാരല്ലേ കൂടുതൽ BJP ചേർന്നത്. ധാരാളം പേര് ചേർന്നില്ലേ ത്രിപുരയിൽ. BJPക്ക് നിർമ്മൽ ചക്രവർത്തിയുടെ നാട്ടിൽ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റിയില്ലേ? അപ്പം അതൊന്നും ഒരു വിഷയമല്ല, ഇപ്പോൾ രാജ്യത്ത് വിഷയമല്ല. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വന്നിട്ട് ഇന്ത്യ മുന്നണി നിന്നുകൊണ്ട് BJP-ആയിട്ട് അലയൻസ് ഉണ്ടാക്കത്തില്ല. അതേസമയം പോയാൽ അവിടെ നിന്ന് പോയി അവിടേക്ക് വിചാരിക്കുന്ന രൂപത്തിൽ അവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന എന്താണ്, ഇനി പ്രധാനമന്ത്രിയാവുക, അല്ല ഇന്ത്യ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാന്നല്ലല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമല്ലോ. എവിടെ ആഗ്രഹം എന്താണ്? പ്രധാനമന്ത്രിയാവുക. അപ്പോൾ അത് നടന്നില്ലെങ്കിൽ താങ്കൾ ചോദിച്ചോളം ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇതുവരെ പറഞ്ഞ് കുറ്റിയും പറിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോവാം. BJP-യുടെ അലയൻസിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓരോരുത്തരും അങ്ങനത്തെ അലയൻസുകൾ നമ്മൾ രാജ്യത്ത് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇപ്പം എന്തായാലും മമതാ ബാനർജി ഇങ്ങനെ ചാടുന്നത് ഒരു കാര്യമില്ല. ലാലു പ്രസാദ് യാദവിനെ കൊണ്ട് ഇപ്പോൾ ശരത് പവാറിനെ കണ്ടു, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, സപ്പോർട്ട് കൊടുത്തു, ഓക്കെ എന്ന് പറഞ്ഞു, അല്ലാതെ പേര് പറഞ്ഞില്ല. ലാലു പ്രസാദ് പരസ്യമായിട്ട് പേര് പറഞ്ഞു. ചിലപ്പോൾ ഇനി ഇവർ കൂടുതൽ ആളുകളെ കൊണ്ട് പേരെന്ത് ചെയ്യും, ഇവർ പറയിക്കും. പക്ഷേ അതിനൊരു ദേശീയ അംഗീകാരം മുന്നണിക്കകത്ത് കിട്ടുമെന്നുള്ള സാധ്യത വളരെ കുറവാണ്. പരസ്പരം വിരുദ്ധമായിട്ടുള്ള ആളുകളെ നിർത്തിയിട്ടാണ് മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. സമാന ചിന്താഗതിക്കാരെ 5-6 പാർട്ടി അല്ല അത്. സമാന ചിന്താഗതി ഇല്ലാത്ത പരസ്പരം പോരടിക്കുന്ന, സംസ്ഥാനങ്ങളിൽ ചെന്നാൽ നന്നായി തല്ലുകൂടുന്ന പാർട്ടികളെല്ലാം കൂടി ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി, ബസ് കയറി, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി അവിടെ എത്തിക്കഴിയുമ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ അവരെല്ലാം മച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീണ്ടും അവരെ സ്റ്റേറ്റ് ചിലപ്പോൾ വീണ്ടും തല്ലുകൂടുകയാണ്. അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴും പുറത്തു വന്നത് ഈ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ ഒരു പ്രമേയം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രതിപക്ഷ സഖ്യം എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ചാണ് അത് പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞ വാർത്തകളുണ്ട്. അത് ചിലപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്നിപ്പുണ്ടാവും. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പ്രധാനമന്ത്രി കാൻഡിഡേറ്റായി വന്ന് ആ സാധ്യതയാണ് ഞാനീ പറയുന്നത്. മറ്റേ ചിലപ്പോൾ പല ആളുകളും രാജ്യസഭയ്ക്കകത്തും പാർലമെന്റിനകത്തും ഒക്കെ ഒന്നിച്ച് നിന്ന്, അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന്, അങ്ങനെയുണ്ടല്ലോ കുറച്ച് പേര് മാറി നിന്ന് ഭൂരിപക്ഷം കൊടുക്കാൻ, അല്ലെങ്കിൽ വോട്ടെടുപ്പ്, അതൊക്കെ സംഭവിക്കാം. പക്ഷെ അതിനപ്പുറം ഒരു രാഷ്ട്രീയ മുന്നണിയായി വന്ന് നാളത്തെ പ്രധാനമന്ത്രിയായി പദവിയിലേക്കൊക്കെ വന്ന് രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ആരായിട്ടില്ല. ഇപ്പോൾ മമതാ ബാനർജി ആയിട്ടില്ല, അതായിട്ടില്ല. അവർ നാഷണൽ ലെവലിലേക്ക് വരാനായിട്ടില്ല. ഇനി അവർ വന്നാൽ തന്നെ ഈ മുന്നണി തമ്മിലടിച്ച് പിരിയും എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇനി അങ്ങനെ വന്നിട്ട് അവരേതെങ്കിലും തരത്തിൽ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് അങ്ങനെ വന്നാൽ അടുത്ത പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആര്? ഇനി അതിൻ്റെ വല്ല ചർച്ച നടക്കുമോ? ഇനി വേറൊരാളാണ് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ്, കോൺഗ്രസ് ചെയ്യുന്ന മറ്റൊരു പാർട്ടിയിൽ നിന്നാണെങ്കിൽ ഇവർ പ്രവർത്തിച്ച് ഇന്ത്യ മുഴുക്ക സഞ്ചരിച്ച് പ്രവർത്തിച്ച് അവസരം കൊടുക്കും? ഇല്ലല്ലോ. ഇനി പിന്നെ ഒരു തൃണമൂൽ കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് കോൺഗ്രസ് മാറി നിൽക്കുമോ? എങ്കിൽ വലിയ അബദ്ധമായിരിക്കില്ലേ? അത് മാറിയാൽ അത് വേറൊരു അബദ്ധമായിരിക്കില്ലേ അവർ കാണിക്കുന്നത്? അപ്പം അതിനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ചർച്ചകൾ പല വഴിക്ക് പോകുന്നു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു, കോർഡിനേറ്റ് ചെയ്തല്ല വരുന്ന ചർച്ചകൾ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതിനകത്തുള്ള ഓരോ ടീമുകൾ എന്ത് ചെയ്ത് വരുന്നു, ഇന്ത്യ മുന്നണിയിലെ ഓരോ ആളുകളും തർക്കിച്ച് പുറത്തേക്ക് ഇറങ്ങാനാണ് ശ്രമിക്കുന്നത്. അവർ കൂടിയോജിക്കാനല്ല ശ്രമിക്കുന്നത്. അതൊരു നല്ല മുന്നണിയായിട്ട് അത് തുടക്കം മുതലേ അതിനകത്ത് കുറേ കല്ലുകടിയുണ്ട്. ഒന്നിച്ചൊരു സ്റ്റേജിൽ വന്ന് കൈപൊക്കി അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൈ ഉയർത്തി നിന്ന് സലാം പറഞ്ഞാൽ മാത്രമാവില്ല. അവർക്കൊരു കോർഡിനേഷൻ കമ്മിറ്റി എടുത്ത് അതിനകത്തൊരു മിനിമം പരിപാടി ഉണ്ടാക്കി അതനുസരിച്ച് പോയില്ലെങ്കിൽ മുമ്പോട്ട് പോകില്ല, ഒരു പാർട്ടി മുമ്പോട്ട് പോകത്തില്ല. പക്ഷെ അത് അവർ നിശ്ചിത ഇടവേളയിൽ കോർഡിനേഷൻ കമ്മിറ്റി കൂടുന്ന പോലും ഇല്ലല്ലോ. അത് കൂടണമല്ലോ, ഒരു മാസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം കൂടണ്ടേ പല സ്ഥലത്ത് വെച്ചിട്ട്. അത് നടക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇവർ കല്ലിലടിച്ച പൂക്കല പോലെ ചിലപ്പോൾ തമ്മിലടിച്ച് പിരിയാനാണ് സാധ്യതയുള്ളത്. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ഒരു ഭരണപക്ഷമുണ്ടെങ്കിൽ ശക്തമായൊരു പ്രതിപക്ഷം കൂടെ ഉണ്ടാകുന്നത് എപ്പോഴും ഭരണപക്ഷത്തിന് നല്ലതാണ്, പ്രതിപക്ഷം നല്ലതാണ്. രാജ്യത്തിൻ്റെ ഒരു സുസ്ഥിരത, ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം അതാണ്. ഒരു ഏകാധിപത്യം മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ജയിക്കുകയുള്ളൂ. ചില കോളേജുകളിലൊക്കെ കാണുന്ന പോലെ കോളേജിൽ ഒരു പാർട്ടി മാത്രമേ ജയിക്കുള്ളൂ. എന്തൊരു സൗന്ദര്യമില്ല അതിനകത്ത്. തെരഞ്ഞെടുപ്പിനുള്ള സൗന്ദര്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് വല്ല സൗന്ദര്യമുണ്ടോ? പ്രസംഗം കേൾക്കാനൊരു എതിരാളിയുണ്ടോ? ഒന്നുമില്ലല്ലോ. നമ്മൾ മാത്രം പറഞ്ഞു പോകും. അതല്ല, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പല പാർട്ടികളും ഉള്ളതാണ്. അതിൻ്റെ ബലമെന്ന് പറയുന്നതും ഭരണപക്ഷം പോലെ പ്രതിപക്ഷവും ഉള്ളതാണ്. പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ പ്രതിപക്ഷം ആവശ്യമുണ്ട്. അങ്ങനെ പലതും ആവശ്യമുണ്ട് ജനാധിപത്യത്തിൽ. പക്ഷേ ഇതൊരു അവിയൽ മുന്നണിയായിപ്പോയി. മനസ്സിലായി? ആ ഒരു എല്ലാവരും തമ്മിലുള്ള എല്ലാവരും നേതാക്കളാണ് അവിടെ. എല്ലാവർക്കും പ്രധാനമന്ത്രിയാവണം, എല്ലാവർക്കും UP-യുടെ ഇതിൻ്റെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാവണം. ഈ UP തന്നെ എന്തിനാണ് പിരിച്ചു വിട്ടത്? UP അങ്ങ് ശക്തിപ്പെടുത്തിയ പോലെയായിരുന്നു. അപ്പോൾ അതുപോലെ പുതിയ മുന്നണി, ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയാലോ അതിനൊരു മിനിമം പരിപാടി, മിനിമം കോർഡിനേഷൻ, മിനിമം യോഗങ്ങൾ, ഇതൊന്നും നടക്കുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് അത് തമ്മിലടിച്ച് പിരിയുമെന്നുള്ളത്. ഇനി അവരിൽ പ്രധാനമന്ത്രി പദം അങ്ങനെ കിട്ടിയാൽ അവർ ആരെന്നുള്ള ചോദ്യത്തിൽ അടിച്ചു പിരിയും. അവർക്കൊരു കൺസൈസിലെത്താൻ പറ്റുന്നില്ല. ഇതാണ് കുഴപ്പം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ്, ആരാണ് വലിപ്പം, എല്ലാവരും വലിപ്പമുള്ളവരാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നു. അപ്പം നിൽക്കാൻ പറ്റില്ലല്ലോ. നേതാവിൻ്റെ കീഴിൽ നിന്നാലല്ലേ ഇത് പറ്റത്തുള്ളൂ. അതാണ് ഇന്ത്യയിലെ പ്രശ്നം. അതുകൊണ്ട് മമതാ ബാനർജിക്ക് ഈ പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ലാലുവും പറഞ്ഞു, പലരും പറഞ്ഞെന്നിരിക്കും. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണി നയിക്കാൻ മമതാ ബാനർജിയെ കൊണ്ടുവന്നാലും അതൊരു ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും. കാരണം തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഒരു പരസ്പരം കാലുവാരും.